ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹ സ്വാഗതം. നമുക്കിന്ന് സകർമ്മക്രിയയും അകർമ്മക്രിയയും ഒന്നുകൂടെ മനസ്സിലാക്കാം. ഈ വാക്യത്തിൽ കർമ്മമുള്ള ക്രിയ ഏതാണ്, കർമ്മം ഇല്ലാത്ത ക്രിയകൾ ഏതാണെന്ന് നമുക്ക് ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കാം. അത് നിങ്ങൾ താഴെ ഒരു കോളമാക്കി എഴുതി ഏതെല്ലാണെന്ന് വേർതിരിച്ച് എഴുതി നോക്കണം. നമുക്കിവിടെ ആദ്യത്തെ വാക്യം വായിക്കാം. സുന്ദർ ലാൽ കഹാനി പഠിത്താ ഹെ. ഇതിൽ കർമ്മം ഉണ്ടോ കുട്ടികളെ? ഉണ്ടെങ്കിൽ താഴെ കർത്ത കർമ്മ ക്രിയ എന്ന് എഴുതിയിട്ട് നിങ്ങൾ എഴുതി നോക്കണം. ഇനി ഞാൻ ഇതൊന്ന് മൊത്തമായിട്ട് ഞാൻ വായിക്കാം. ലഡ്കെ മൈതാൻ മേ ദൗഡേങ്കി, ഔറത്തെ ബാസാർ ഗയി, ഔറത്തെ ബാസാർ ഗയി, चिड़ियाँ आकाश में उड़ी, माँ कपड़े धोती हैं, सबिता गाना गाएगी, मैं गीत सुनता हूँ, बच्चा बिस्तर पर सोया, मोहन ने कलम खरीदी. അടുത്തത് എന്താണ്? നൗക്കരാണി കമറ സാഫ് കർത്തി ഹെ. നമുക്ക് ഇവിടെ ഞാൻ കണ്ടോ കർത്ത കർമ്മ ക്രിയ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഓരോ വാക്യത്തിലും കർമ്മങ്ങളുണ്ടെങ്കിൽ കർമ്മത്തിൻ്റെ താഴെ ഏതാണോ കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് എഴുതണം. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഫസ്റ്റിൽ എന്താ പറഞ്ഞത്? സുന്ദർലാൽ കഹാനി പഠിത്താ ഹെ എന്നാണ്. അപ്പം ഇവിടുത്തെ കർത്താവ് ആരാണ്? ഇത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കർത്താവ് കർമ്മം ക്രിയ എന്നുള്ള കാര്യം കൂടി പിടികിട്ടും. അപ്പം കർത്താവ് ഇവിടെ സുന്ദർലാലാണ് അല്ലേ? അല്ല കുട്ടികളെ, സുന്ദർലാൽ പിന്നെ പറ്റുന്നില്ലേ? സുന്ദർലാൽ അല്ലേ? അപ്പോൾ ഇവിടെ കർത്താവ് കർമ്മം ഉണ്ടോ ഇല്ലയോ? കർമ്മമുണ്ട് അല്ലേ? അല്ലേ കുട്ടികളെ? എന്താ കർമ്മം? കഹാനി അല്ലേ? കഹാനിയാണ് കർമ്മം. ക്രിയ ഏതാവോ അപ്പോൾ? ക്രിയ പഠിത്താ ഹെ അല്ലേ? പഠിത്താ ഹെ എന്നുള്ളതാണ് ക്രിയ. മനസ്സിലായല്ലോ? അതുപോലെ നിങ്ങൾ ഓരോ വാക്യത്തിലും ഏതാണ് കർമ്മം ഇല്ലാത്ത ക്രിയകളുണ്ടാവും, കർമ്മമുള്ള വാക്യങ്ങളുണ്ടാവും, കർമ്മമില്ലാത്ത വാക്യങ്ങളുണ്ടാവും. അപ്പോൾ ഇവിടെയോ രണ്ടാമത്തെ നമുക്ക് നോക്കാം. ലഡ്കെ മൈതാൻ മേ ദൗഡേങ്കെ. ഇവിടെ ഉണ്ടോ കുട്ടികളെ? ഇവിടെ കർമ്മം ഉണ്ടോ? ഉണ്ടോ? കർമ്മം ഇല്ലാത്തടത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? 0 എന്നിട്ട് കൊടുത്താൽ മതി അല്ല, അല്ലെ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ. അപ്പം നമുക്ക് ഇവിടെ ആരാ കർത്താവ്? ആരാണ്? ആരാ കുട്ടികളെ? ലഡ്കെ അല്ലേ? ഇവിടെ കർമ്മം ഉണ്ടോ? മൈതാൻ മേ ദൗഡേങ്കെ എന്നാണ്. മൈതാനത്തിൽ ഓടും. അപ്പം മൈതാനത്തിലോടെന്ന് പറയുമ്പോൾ ഇവിടെ കർമ്മം കാണുന്നില്ല അല്ലേ കുട്ടികളെ? അപ്പം ക്രിയ ഏതാണ്? ഓടുക എന്നുള്ളത് തന്നെയാണ് അല്ലേ? ദൗഡേങ്കെ അല്ലേ? ദൗഡേങ്കെ ദൗഡേങ്കെ അല്ലേ? ഇവിടെ ഒരു കുത്ത് വേണം. ഇതുപോലെ നിങ്ങൾ കോളം വരച്ച് കർത്താവും കർമ്മവും ക്രിയയും കണ്ടുപിടിക്കണം. പിന്നെ അടുത്തത് എന്താണ്? ഔരത്തെയും ബാസാർ ഗയി. ഇതിലുണ്ടോ കുട്ടികളെ? ഔരത്തെയും ബാസാർ ഗയി. സ്ത്രീകൾ ബാസാറിൽ പോയി. അപ്പോൾ ഇവിടെ കർമ്മം കാണുന്നുണ്ടോ കുട്ടികളെ? ഇല്ല അല്ലേ? ഈ വാക്യത്തിൽ കർമ്മമില്ല. ഇനി അടുത്തത് എന്താ? ചിടിയാം ആകാശമേ ഉടി. ചിടിയാം ആകാശമേ ഉടി എന്നാണ്. അപ്പം ഇവിടെ ഉണ്ടോ കുട്ടികളെ? ഇല്ല അല്ലേ? ഇവിടെയും കർമ്മമില്ല. മാം കപ്പടേ ധോത്തി ഹെ. ഇവിടെ മാം കപ്പടേ ധോത്തി ഹെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കർമ്മമുണ്ടോ ഇല്ലയോ? അതെ, അമ്മ വസ്ത്രം അല്ലേ? വസ്ത്രം അല്ലേ? മാം കപ്പടേ ധോത്തി ഹെ. ധോന കഴുകുക അല്ലേ?
അപ്പോൾ ഇവിടെ കർമ്മമുണ്ട് അല്ലേ, കപ്പടെ. ഇനി സബിത ഗാന ഗായേകി. അപ്പം ഇവിടെ എന്താ, ഗാന ഗായകി എന്ത് പാടുന്നു, പാട്ട് പാടുന്നു. അപ്പം ഇവിടെ കർമ്മമുണ്ട് അല്ലേ. അതുപോലെ അടുത്ത് എന്താണ്, മേ ഗീത് സുൻതാ ഹൂം. അപ്പം ഞാൻ കേൾക്കുന്നു എന്ത്, പാട്ട്. അപ്പം ഇവിടെ കർമ്മമുണ്ട് അല്ലേ. മേ ഗീത്, ഗീത് എന്നുള്ള എന്താണ്, കർമ്മമാണ്. അടുത്തത് എന്താണ്, ബച്ച വിസ്തർ പർ സോയ. ബച്ച ബിസ്തർ പർ സോയ എന്ന് പറയുമ്പോൾ ഇവിടെ കർമ്മം ഉണ്ടാവട്ടല്ലേ. ബച്ച ഉറങ്ങി അല്ലേ. അപ്പോൾ ഇല്ല, എന്തിനെ ഉറങ്ങി, എന്തിനെ ഉറങ്ങി, ഏതിനെ ഉറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നില്ല അല്ല കുട്ടികളെ. അപ്പോൾ ഇവിടെ കർമ്മം ഇല്ല. അടുത്തത് മോഹനെ കലം ഖരീദി. ഇവിടെ മോഹനെ കലം ഖരീദി, എന്ത് വാങ്ങിച്ചു, കലം. അപ്പം ഇവിടെ കർമ്മമുണ്ട് അല്ലേ, കലം. കലം എന്നുള്ളത് എന്താണ്, കർമ്മമാണ്. അപ്പോൾ മോഹൻ കർത്താവാണ്, കലം കർമ്മമാണ്, ഖരീദി ക്രിയയാണ്. അത് നിങ്ങൾ ചിട്ടപ്പെടുത്തി ഇവിടെ എഴുതണം കേട്ടോ കുട്ടികളെ. ഇനി അടുത്ത് എന്താണ്, നൗക്കരാനി കമ്ര സാഫ് കർത്തി ഹെ. ഇവിടെ നൗക്കരാനി വേലക്കാരി കമ്ര സാഫ് കർത്തി ഹെ, വൃത്തിയാക്കുന്നു. എന്താ വൃത്തിയാക്കുന്നത്, മുറി. അപ്പോൾ ഇവിടുത്തെ കർമ്മം ഇതാണ്, കർമ്മം കമ്രയാണ് അല്ലേ. നൗക്കരാനി കമ്ര സാഫ് കർത്തി ഹെ. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യണം നിങ്ങൾ, ഇതിലുള്ള കർത്താവിനെയും കർമ്മത്തെയും ക്രിയയും വേർതിരിച്ച് ഇതേപോലെ കോളമാക്കി എഴുതണം. അതേപോലെ നമുക്ക് ഇപ്പുറം കുറച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്, അതുകൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം, നോക്കാം. ഇവിടെ എന്താണ്, കർമ്മ ഏതാണ്, രേഖ ഗാന ഗാതി ഹെ അല്ലേ. അപ്പോൾ മനസ്സിലാവുമല്ലോ, ഇവിടുത്തെ ഉദാഹരണം കൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാവും അല്ലേ. കുറച്ച് ക്രിയകൾ കർമ്മങ്ങളെല്ലാം മനസ്സിലായില്ലേ. ഇനി അടുത്ത് എന്താണ്, സുരേഷ് ഗേന്ദ് ഖേൽ രഹാ ഹെ. സുരേഷ് ഗേന്ദ് ഖേൽ രഹാ ഹെ. ഏതായിരിക്കും കർമ്മം, ഏതായിരിക്കും ക്രിയ, ഏതായിരിക്കും കർത്താവ്. സുരേഷ് പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ കർമ്മമുണ്ടോ ക്രിയ ഉണ്ടോ എന്ന് നോക്കണം. അല്ല, കർമ്മമുണ്ടോ നോക്കണം, ക്രിയ എന്തായാലും ഉണ്ടാവും. ദീപക് കഹാനി പഠിത്താ ഹെ. ഇതിലോ ദീപക് കഹാനി പഠിത്താ ഹെ, ഇതിൽ കർമ്മം ഉണ്ടോ കുട്ടികളെ, ദീപക് കഹാനി പഠിത്താ ഹെ അല്ലേ, മനസ്സിലാവും. ഉസ്നെ കഹ, ഇതിലുണ്ടോ കുട്ടികൾ, ഉസ്നെ കഹ എന്ന് പറയുമ്പോൾ കർമ്മം ഇല്ല അല്ലേ, ശരിക്കും മനസ്സിലാകുന്നുണ്ട്. ആ ബൈട്ടിയെ, ഇതിലോ ആ ബൈട്ടിയെ, താങ്കൾ ഇരുന്നാലെന്ന് പറയുമ്പോൾ ഇതിൽ കർമ്മം ഉണ്ടോ കുട്ടികളെ, ഇല്ല അല്ലേ. അടുത്തത് എന്താണ്, അടുത്തത് ലഡ്കെ നദീമേ തൈർനെ ലഗെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവുന്നുണ്ട് അല്ലേ, എന്താ, ലഡ്കെ നദീമേ തൈർനെ ലഗെ, ഇതിൽ കർമ്മം ഉണ്ടോ കുട്ടികളെ, നദീമേ തൈർനെ ലഗെ, ലഡ്കെ ഇല്ല അല്ലേ. ഉസ്നെ കഹാനി പഠിനാ ശുരു കിയ, അദ്ദേഹം കഥ വായിക്കാൻ ആരംഭിച്ചു. അപ്പോൾ എന്ത് വായിക്കാൻ, ഇവിടെ കർമ്മം ഉണ്ടോ ഇല്ലയോ, ഉണ്ട് അല്ലേ, കഹാനി അല്ലേ. ഉസ്നെ കഹാനി പഠന ശുരു കിയ. അപ്പം ഇതുപോലെ നിങ്ങളെന്ത് വേണം, വാക്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ കർത്താവ് കർമ്മം ക്രിയ ഏതാണെന്ന് മനസ്സിലാക്കാൻ പഠിക്കണം. അപ്പം ഇത് നിങ്ങൾ വേർതിരിച്ച് എഴുതും എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ താൽക്കാലികമായി നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.